Assalamu alaikum. Welcome to my channel. ഇന്നത്തെ റെസിപ്പി ഒരു മാറ്റ് സമൂസയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ്. ആദ്യം സമൂസക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. ഇനി പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചതും 3 പച്ചമുളക് അരിഞ്ഞതും ഇടുക. 4 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുക. അടുത്തതായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കി കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിടുക. 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതിലോട്ട് 1 കപ്പ് ചിക്കൻ അരച്ചത് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ മല്ലിയില അരിഞ്ഞതും ചേർത്ത് മൂടി വെച്ച് വേവിക്കുക. ഇനി മസാലയുടെ കൂടെ മിക്സ് ചെയ്യാൻ ഒരു ഗാർലിക് സോസ് ഉണ്ടാക്കണം. എഗ്ഗ്ലെസ് ഗാർലിക് സോസാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി 2 ഉരുളൻകിഴങ്ങ്, ഉപ്പ്, 4 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ വിനെഗർ, 8 ഐസ് ക്യൂബ് ഇട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് മിക്സി അടിയനോട് കൂടി തന്നെ 1/4 കപ്പ് ഓയിൽ വളരെ സ്ലോ ആക്കി ഒഴിച്ചു കൊടുക്കുക. സോസ് റെഡിയായി. ഇനി നമുക്കിത് മസാലയോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സമൂസ മാറ്റിന് വേണ്ടി മാവ് റെഡിയാക്കാം. 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ അയമോദകം, 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇത് ഓരോ ഉരുളെടുത്ത് പരത്തി സ്ക്വയർ ആകൃതിയിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. ഇതിങ്ങനെ 4ആയി തിരിച്ച് ഓപ്പോസിറ്റ് സൈഡുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി മൈദയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനുശേഷം മസാല വെച്ച് ഓപ്പോസിറ്റ് സൈഡ് മടക്കുക. പിന്നീട് ഇത് ഓരോന്നെടുത്ത് ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാറ്റ് സമൂസ റെഡിയായി. ഇത് നല്ലൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സമൂസയാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.